ഹലോ ഗെസ്റ്റ് ആൻഡ് റൂളേഴ്സിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ നമ്മുടെ ആതിരപ്പള്ളി വാട്ടർഫാളിൻ്റെ അവിടുത്തെ കാഴ്ചയിലാണ്. ഞാനിപ്പം ചാലക്കുടിയിലാണ്. ചാലക്കുടിയിൽ നിന്ന് നമ്മുടെ ആതിരപ്പള്ളിയിലേക്ക് 7:50 ഒരു ബസ്സുണ്ട്. 7:50 ബസ് എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കലാഭവൻ ഓട്ടോ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് കാണാവുന്നതാണ്. ഏതാണ്ട് ഒരു 1.5-2 മണിക്കൂറോളം ട്രാവലുണ്ട് നമ്മുടെ ആതിരപ്പള്ളി വാട്ടർഫാളിലേക്ക് എത്താനായിട്ട്. നമ്മൾ പോകുന്ന വഴിക്ക് ഇതേപോലത്തെ കുറേ മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാവുന്നതാണ്. നമ്മൾ കാട്ടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇതേപോലെയൊക്കെ പോയി തൊട്ട് സൈഡിൽ കുറേ അരുവികളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ പോകുന്ന വഴിക്ക് നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ നമ്മൾ ആതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ അവിടുത്തെ വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ എത്തി. ഇവിടെ എത്തിയപ്പോഴത്തേക്കും നല്ലൊരു കിടിലൻ കാഴ്ചയാണ്. അങ്ങ് ദൂരെ നമുക്ക് ആതിരപ്പള്ളി വാട്ടർഫാൾസ് നമുക്ക് ഇവിടെ നിന്ന് കാണാവുന്നതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ആതിരപ്പള്ളി വാട്ടർഫാൾസിൽ വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടെയുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ലൊരു കിടിലൻ കാഴ്ചയാണ്. തൊട്ട് സൈഡിൽ തന്നെ കുറേ കുരങ്ങന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ മൊബൈൽ ഫോൺസും അതൊക്കെ നമ്മൾ ഫുഡ് ഐറ്റംസൊക്കെ മെയിനായിട്ട് നോക്കി വേണം കൊണ്ടുപോകാൻ. കാരണം അവരൊക്കെ പെട്ടെന്നൊന്ന് അറ്റാക്ക് ചെയ്ത് എടുത്തുന്ന ചാൻസ് ഉണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ കുറേ ഷോപ്സ് ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് സ്നാക്സ് കഴിക്കാനും പിന്നെ കുട്ടികൾക്ക് സാധനങ്ങൾ വാങ്ങിക്കാനും സോവനീർസ് വാങ്ങിക്കാനൊക്കെ ഇഷ്ടംപോലെ ഷോപ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് 9 മണിയായിരുന്നു. അതുകൊണ്ട് ഷോപ്സൊക്കെ തുറന്ന് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ ഷോപ്സും ഓപ്പൺ ആയിരുന്നു. ഇവിടുത്തെ ഓരോ പ്രോഡക്ട്സിൻ്റെ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൗസ് ചെയ്ത് നോക്കാവുന്നതാണ്. തേയിലപ്പൊടിയും അതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ കാണാം. അങ്ങനെ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാൻ ഒരാൾക്ക് 50 രൂപയാണ്. കുട്ടികൾക്ക് ഇവിടെ 10 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ്. പിന്നെ നമ്മുടെ മൊബൈൽ ക്യാമറയിൽ ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ചെയ്യുന്നതിന് ഇവിടെ രൂപ ഈടാക്കുന്നതല്ല. പിന്നെ അത് മാത്രമല്ല ഫോറിനേഴ്സിന് ഇവിടെ 200 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് വരുന്നത്. നമുക്കപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറാം. അങ്ങനെ ഒരു ചെറിയൊരു കയറ്റമൊക്കെ കയറി കുറച്ച് ദൂരം പോകുമ്പോഴത്തേക്ക് ഇതിൻ്റെ തൊട്ട് സൈഡിലൊക്കെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ നാരങ്ങകളൊക്കെ കുടിക്കാൻ പറ്റിയ ചെറിയ കൗണ്ടേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാൻ വേണ്ടി അവർ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് കുറേ കുരങ്ങന്മാരൊക്കെ കാണാം. അങ്ങനെ കുറച്ചുകൂടി നടന്നതിന് ശേഷം നമ്മൾ ആതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ തൊട്ടടുത്തെത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ നമുക്ക് അമൂലിൻ്റെ നമുക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സും അതൊക്കെ വാങ്ങിച്ച് കഴിക്കാവുന്ന കുറേ ഷോപ്സ് ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ആതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ അടുത്തെത്തി. ഇതിൻ്റെ നമുക്കിവിടെ മൊത്തം ചുറ്റി കണ്ടു വരാനായിട്ട് ഏതാണ്ട് ഒരു 3-4 മണിക്കൂറോളം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുണ്ട് നമ്മുടെ ആതിരപ്പള്ളി വാട്ടർഫാൾസിൽ. നമ്മുടെ ആതിരപ്പള്ളി വാട്ടർഫാൾസിന് വേറൊരു നിക് നെയിമും കൂടെയുണ്ട്. നയാഗ്ര ഓഫ് സൗത്ത് ഇന്ത്യ എന്നുള്ളൊരു നിക് നെയിമും കൂടെയുണ്ട് നമ്മുടെ ആതിരപ്പള്ളി വാട്ടർഫാളിന്. ഈ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ ഹൈറ്റ് വന്നിട്ട് 81.5 അടി ഉയരത്തിൽ നിന്നാണ് ഈ വെള്ളം ചാടുന്നത്. അതിന്റെ ഒരു പ്രത്യേകത കൂടെയുണ്ട് നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്. ഇത് ഇവിടെ നിന്നുള്ള ഒരു ടോപ്പിൽ അവിടുത്തെ ഒരു കാഴ്ചകളാണ്. നമ്മളിന്ന് താഴെ പോയിട്ട് ആ താഴെ നിന്നുള്ള ഒരു കാഴ്ചയും കൂടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. താഴേക്ക് പോകുമ്പോൾ ഇതേപോലത്തെ ഒരു ചല്ലിയിട്ട കുറേ റോഡുകളും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ നടക്കാൻ ഇത്തിരി പാടാണ്. താഴേക്ക് ഇറങ്ങുമ്പോൾ കുഴപ്പമില്ല. തിരിച്ച് കയറുമ്പം 4-5 ഹെയർപിൻ വളവുകളൊക്കെ പോലെ ഒരു ഇത്തിരി കയറ്റമുള്ള ഒരു കയറ്റമായിരിക്കും. നമ്മൾ തന്നെ തിരിച്ച് കയറുമ്പം ഒത്തിരി ഹെൽത്തൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലായിരിക്കും. അല്ലാത്തവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇടയ്ക്ക് ഇതേപോലെ ഇരുന്നിരുന്ന് പോകണമെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഏറ്റവും താഴെ എത്തുമ്പോഴത്തേക്ക് നമുക്കൊരു ആതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ ഒരു സൈഡ് വ്യൂ കാണാം. അതൊരു നല്ലൊരു കിടിലൻ കാഴ്ചയായിരുന്നു. അവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടി മുമ്പിലോട്ട് പോകുമ്പോൾ ഇവിടെ നിന്ന് ആ ഒരു വളവ് തീരുമ്പോഴത്തേക്കും നമുക്ക് ആതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ മെയിൻ കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാവുന്നതാണ്. അങ്ങനെ നമ്മൾ ആതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ താഴെ എത്തിയിരിക്കുകയാണ്. താഴത്തെ കാഴ്ച നല്ലൊരു കിടിലൻ കാഴ്ചയാണ്. അങ്ങനെ 81.5 അടി ഉയരത്തിലുള്ള ആതിരപ്പള്ളി വാട്ടർഫാൾസ്. ഇതിൻ്റെ വീതി വന്നിട്ട് 330 അടി വീതിയാണ് ഈ ആതിരപ്പള്ളി വാട്ടർഫാൾസിനുള്ളത്. നമ്മുടെ ഈ ആതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ ഇവിടെ വെച്ച് ഇഷ്ടംപോലെ സിനിമ ഷൂട്ടിങ്സ് ഒക്കെ നടന്നിട്ടുണ്ട്. മെയിനായിട്ടുണ്ടായിരുന്ന നമ്മുടെ ബാഹുബലി, ദിൽസെ, രാവൺ, ഇരുവർ, അങ്ങനെ ഇഷ്ടംപോലെ സിനിമയും അതിൻ്റെ സോങ്സ് ഷൂട്ടിംഗ് ഒക്കെ ഇവിടെ വെച്ച് ഇഷ്ടംപോലെ നടന്നിട്ടുണ്ട്. അതിൻ്റെ ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സൈഡിൽ കാണുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടുത്തെ പ്രധാന കാഴ്ചകൾ. അപ്പം എല്ലാവരും തൃശ്ശൂർ ചാലക്കുടിയിൽ വരികയാണെങ്കിൽ ആതിരപ്പള്ളി കൂടെ വിസിറ്റ് ചെയ്യാൻ നോക്കും. നല്ല കിടില സ്പോട്ടായിരിക്കും. ഒരു 3-4 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റും. നല്ലൊരു കിടില നേച്ചറായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. നല്ലൊരു കിടില സ്പോട്ടും കൂടെയാണ് നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം.